ഹായ് എസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളൊരു ഡേഞ്ചറസ് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈനുകളാണ്. ഒരു 4-5 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതായത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത്. ഡേഞ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ നീണ്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബന്ധം എന്ന് പറയുന്നത് സാധാരണ റിലേഷൻഷിപ്പ് പോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഈ പറയുന്ന സൈനുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള ഡേഞ്ചർ റിലേഷൻഷിപ്പിന്റെ സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ആദ്യ നാളിലൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെ നന്നായി വായ്തോരാതെ പുകഴ്ത്തി സംസാരിച്ച ആ ഒരാൾ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുതൽ നിങ്ങളോട് സംസാരിക്കാനേ വരാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടണോ ഇനി ഇവരിങ്ങോട്ട് വന്ന് മിണ്ടട്ടെ എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്ന ആ ഒരു പ്രവണത അവരിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളത്. കാരണം ആദ്യം നിങ്ങളോട് ആ ഫസ്റ്റ് ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള പുതുക്കത്തിലുള്ള ആ ഒരു ഇത് കൊണ്ടൊക്കെ നിങ്ങളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച ഒരാളായിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പുതുക്കം പോയതോടുകൂടി നിങ്ങളോടുള്ള അട്രാക്ഷൻ പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുക ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇതൊരു ഡേഞ്ചറസ് റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ ഇത് നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നൊരു പ്രവണത ഉണ്ടാവാം. അതായത് അവരുടെ പുറകെ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരിങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒന്നാമത്തെ സൈനായിട്ട് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ഫ്രണ്ട് ആണോ അതല്ലെങ്കിൽ ലവർ ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് പോലെ തന്നെയാണ്, പക്ഷെ ലവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവറും ആണ്. ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതായത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത്. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറുന്നത്, പക്ഷെ ഒരു ലവറിനെ പോലെയും സംസാരിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. ഇങ്ങനെ പല ബന്ധങ്ങളും കാണാറുണ്ട്. പക്ഷെ ഇവർ പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് പ്രണയത്തിലാണോ എന്നുള്ളത് കൃത്യമായി ഇവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഒരു ഡേഞ്ചർ റിലേഷൻഷിപ്പിന്റെ സൈൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തേനും ചക്കരയും പോലെയാണ്. അതായത് ഭയങ്കര സ്നേഹമായിട്ടായിരിക്കും നിങ്ങളോട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ നേരിൽ കാണുന്ന സമയത്ത് അങ്ങനെ ആവില്ല നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് മുമ്പിൽ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർ നിങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ മുമ്പിലൊന്നും നിങ്ങളെ കാണിക്കാതെ മറച്ചു പിടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളോടൊപ്പമാണ് അവരുടെ ഭാവി ജീവിതം അവർ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. അതായത് അവർക്ക് നിങ്ങളെ ശരിക്കും അവരുടെ ലൈഫിൽ ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആരുടെയെങ്കിലും മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും മനസ്സ് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന പോലും ഇല്ല. അതേപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്തേക്ക് ഭയങ്കര സ്നേഹത്തോടെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത പോലെയാണ് അവരുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക ഇതൊരു യഥാർത്ഥ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത്. അതായത് ഡേഞ്ചറസ് റിലേഷൻഷിപ്പിന്റെ മറ്റൊരു സൈനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഇവർ വേണ്ട എന്നുള്ളത്, പക്ഷെ നിങ്ങൾക്ക് അവർ തന്നെ വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചുറ്റും അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവരെ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും അവൻ അല്ലെങ്കിൽ അവള് ശരിയല്ല, അത് വേണ്ട, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയോജനം നിനക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും വേണ്ട, ഇയാൾ തന്നെയാണ് എനിക്ക് വേണ്ടത്, ഇവരിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മറ്റു രീതിയിൽ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും നിങ്ങളോട് അവർ വേണ്ട, അവർ ശരിയല്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്തോ ശരിയുണ്ട്. അതായത് എല്ലാവരും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ശരിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ മുമ്പിൽ അവർ അഭിനയിക്കുകയാണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. ഇനി അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് വലിയ മതിപ്പായിരിക്കും, പക്ഷെ അവർക്ക് നിങ്ങളോടോ റിലേഷൻഷിപ്പിനോടോ പ്രത്യേകിച്ച് താല്പര്യമോ മതിപ്പോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് വേണ്ടി എത്ര സമയം കൊടുക്കാനും നിങ്ങൾ തയ്യാറാണ്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ എഫേർട്ട് എടുക്കാനും നിങ്ങൾ തയ്യാറായിരിക്കും. പക്ഷെ ഈ ഒരാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്
എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിനെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരാളുമായിട്ട് ഞാൻ പ്രണയത്തിലാണെന്നൊരു ചിന്ത പോലും ആൾക്ക് ഉണ്ടാവാത്ത പോലെയാവും അവർ പെരുമാറുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു താല്പര്യവും നിങ്ങളോടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടോ അവർ കാണിക്കുന്നുണ്ടാവില്ല. മറ്റുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ അല്ലെങ്കിൽ അവർക്ക് സ്വയം അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോഴൊന്നും ജസ്റ്റ് ഒരു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പോലും ആ പേഴ്സൺ തയ്യാറാവാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു സൈനിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എപ്പോൾ വേണമെങ്കിലും ഇട്ടിട്ട് പോവാം എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 5 സൈനുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിലേതെങ്കിലുമൊക്കെ പെടുന്നതാണോ എന്നുള്ളത്. ഇതിലേതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അവരാണ് നിങ്ങളുടെ ജീവിതം, അവരിലാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും 2 പേരുണ്ടെങ്കിൽ അതിന് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് സന്തോഷമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് അവരുടേതായുള്ള സന്തോഷങ്ങളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ പോലും ത്യജിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഹാപ്പി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് അവരുടെ പുറകെ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ബാക്കിയുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ സൈനുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടേത് ഒരു ഡേഞ്ചറസ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്